ഹായ് ഡിയേഴ്സ്, നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് മംഗലാപുരത്തുള്ള ഒരു അമ്പലത്തിലേക്കാണ് നമ്മളിന്ന് പോയിട്ടുള്ളത്. ശ്രീ ഗോകർണനാഥേശ്വര ക്ഷേത്രം അല്ലെങ്കിൽ കുദ്രോളി അമ്പലം എന്ന് പറയും. അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാനും തൊഴുത് പ്രാർത്ഥിക്കുവാനും വേണ്ടിയിട്ട് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങളെ കൂടി കാണിക്കാമെന്ന് കരുതി. നമുക്കിതൊക്കെ ആദ്യമായിട്ടുള്ളൊരു അനുഭവമാണ്, കാഴ്ചകളാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അത് നിങ്ങളെ കൂടി കാണിക്കാമെന്ന് കരുതി. അവിടെ എത്തിയപ്പോഴേക്കും കുഞ്ഞു ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ഉണ്ണിമോൾ ഇത് നടക്കുന്നു. ഉണ്ണിമോളുടെ കൂടെ തന്നെ അവളുടെ അച്ചുമോൾ ഉണ്ടായിരുന്നു. അവളുടെ റെയിൽവേയിൽ തന്നെ വർക്ക് ചെയ്യുന്ന ഫ്രണ്ടാണ്. നിറയെ ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ഒരു ആഘോഷമായിട്ടാണ് അവിടെ ഉള്ളത് കേട്ടോ. പലർക്കും അറിയുന്നുണ്ടായിരിക്കും, എന്നാലും അറിയാത്തവർക്കായിട്ട് പറയുകയാണ്. ഭയങ്കര നമുക്ക് കാണേണ്ട കാഴ്ചകളൊക്കെ തന്നെയാണ് കേട്ടോ. ഭയങ്കര തിരക്കുമാണ് ഇവിടെ. പകലും പരിപാടികളൊക്കെ ഉണ്ട്, രാത്രിയും ഇതേപോലെ തിരക്കുണ്ട്. നല്ല തിരക്കുണ്ടായിരുന്നു. ഞങ്ങൾ ചെരുപ്പൊക്കെ അവിടെ അഴിച്ചു വെക്കാൻ വേണ്ടിയിട്ട് നിന്നു. പോകുമെന്നുള്ള പേടിയൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും പോയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ലാസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയാണ് നമ്മുടെ അമ്പലത്തിൻ്റെ ആ ഒരു വ്യൂ കേട്ടോ. ഇങ്ങനൊരു കാഴ്ച നമ്മുടെ ജീവിതത്തിലൊക്കെ കാണുമെന്ന് പോലും കരുതിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ. പലർക്കും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കും, പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഒരു ഭയങ്കര കൗതുകമാണ്. പിന്നെ നവരാത്രിനെ വരവേൽക്കുക, ഇത്തരം ആഘോഷങ്ങളൊക്കെ ഉണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു, അതിലൊക്കെ പങ്കെടുക്കാൻ കഴിഞ്ഞു. അതൊക്കെ ഏറ്റവും ജീവിതത്തിൽ വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. തിരക്ക് ഭയങ്കര ആയുള്ളതുകൊണ്ടേ, അതുകൊണ്ട് നമ്മൾ മാലയും കാര്യങ്ങളൊക്കെ അഴിച്ചു വെച്ചു കേട്ടോ. കാരണം പേടിയായിരുന്നു, ഭയങ്കര തിരക്കാണ്. അവർ അവിടെ നിന്ന് അനൗൺസ്മെൻറ്റ് ചെയ്യുന്നൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ അടുത്ത് എത്താനായി തുടങ്ങിട്ടോ. കാഴ്ചകളൊക്കെ കണ്ടാലും നമുക്ക് മതി വരാത്ത കാഴ്ചകളാണ്. അവിടെ നിന്ന് പോരാനേ നമുക്ക് തോന്നില്ല. അവിടെ നിന്നുകൊണ്ട് അവിടെ എല്ലാ കാഴ്ചകളും കണ്ടിട്ട് രാവിലെ തിരിച്ചു വരാനൊക്കെ നമുക്ക് ആ ഒരു തോന്നലൊക്കെ വരും അവിടെ ശരിക്കും കണ്ടു കഴിഞ്ഞാൽ. അവിടെ രാത്രി പരിപാടികളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അമ്പലം കാണുമ്പോൾ തന്നെ നമുക്ക് അവിടെ എവിടെയെങ്കിലും കൂടാൻ തോന്നും. ഞാനത് പറയുകയും ചെയ്തു. ഞാനിവിടെ കിടന്നുകൊണ്ട് രാവിലെ വരാം, നിങ്ങൾ പൊക്കോന്നൊക്കെ അവരുടെ അടുത്ത് പറയുകയും ചെയ്തു. നമുക്ക് ശരിക്കും അങ്ങനെ തോന്നും കേട്ടോ. അമ്പലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കർണാടകയിലെ മംഗലാപുരത്തെ കുദ്രോളി പ്രദേശത്താണ് കുദ്രോളി ശ്രീ ഗോകർണനാഥ ക്ഷേത്രം. ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠിച്ച ഈ ക്ഷേത്രം ശിവന്റെ ഒരു രൂപമായ ഗോകർണനാഥന് സമർപ്പിച്ചിരിക്കുന്നു. മംഗലാപുരം നഗരത്തിൻ്റെ മധ്യഭാഗത്ത് നിന്ന് 2 കിലോമീറ്റർ അകലെയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വിവിധ ദേവന്മാരുടെയും ദേവതകളുടെയും ചുവർ ചിത്രങ്ങളാൽ അലങ്കരിച്ച ഗോപുരം ക്ഷേത്രത്തിൽ കാണപ്പെടുന്നു. ഹിന്ദു ഇതിഹാസങ്ങളിലെ രംഗങ്ങൾ ചുവർ ചിത്രങ്ങളിൽ ചിത്രീകരിക്കുന്നു. വളരെ ആഡംബരത്തോടെയാണ് ദസറ ഉത്സവം ഇവിടെ ആഘോഷിക്കുന്നത്. ഈ ക്ഷേത്രത്തിലെ ദസറ ആഘോഷങ്ങൾ മംഗലാപുരം ദസറ എന്നാണ് വിളിക്കുന്നത്. ശാരദമാതാവിൻ്റെയും ഗണപതിയുടെയും വിഗ്രഹങ്ങൾക്ക് പുറമെ നവരാത്രി സമയത്ത് ആകർഷകമായ രീതിയിൽ നവദുർഗകളുടെ വലിപ്പത്തിലുള്ള വിഗ്രഹങ്ങളും പരിസരത്ത് സ്ഥാപിച്ചിട്ടുണ്ട്. നമുക്കതൊക്കെ ഒന്ന് കാണാം. മംഗലാപുരം ദസറ ഗണേശ്, ആദിശക്തി മാത, ശാരദാ മാത, നവദുർഗകളായ ശൈലപുത്രി മാത, ബ്രഹ്മചാരിണി മാത, ചന്ദ്രകാന്ത മാത, കുഷ്മാന്തിനി മാത, സ്കന്ദമാത, കാത്യായനി മാത, മഹാകാളി മാത, മഹാഗൗരി മാത, സിദ്ധിദാത്രി മാത തുടങ്ങിയ വിഗ്രഹങ്ങളുടെ വളരെ മനോഹരമായ ആരാധനയിലൂടെ ആഘോഷിക്കുന്നു. ഈ വിഗ്രഹങ്ങളെല്ലാം 9 ദിവസത്തെ നവരാത്രിയിൽ ആരാധിക്കപ്പെടുന്നു. ഈ ദേവികളെല്ലാം നമ്മുടെ മുന്നിൽ ശരിക്കും വന്ന് പ്രത്യക്ഷപ്പെട്ടതുപോലെയാണ് അവരുടെ ആ ഒരു അണിയിച്ചൊരുക്കലും കാര്യങ്ങളെല്ലാം. ശരിക്കും നമുക്കിതൊക്കെ കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. കണ്ട് കൊതി തീരാതെ അവിടെ നിന്ന് പോകുന്ന ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ. ഓരോ ദേവിയും അതിൻ്റേതായ രീതിയിൽ പൂർണ്ണത കൈവരിച്ചുകൊണ്ട് തന്നെയാണ് നിൽക്കുന്നത്.
ഗുരുവിൻ്റെ ഉപദേശപ്രകാരം ഗണപതി, സുബ്രഹ്മണ്യൻ, അന്നപൂർണേശ്വരി, ഭൈരവൻ, നവഗ്രഹങ്ങൾ, ശനീശ്വരൻ, കൃഷ്ണൻ എന്നിവരുടെ ವಿಗ್ರಹങ്ങൾ കൂടെ ಕ್ಷೇತ್ರത്തിൽ സ്ഥാപിಸಿട്ടുണ്ട്. ಸಾಮಾನ್ಯ ಸ್ತ್ರೀ ಪುರಸ್ಕಾರವನ್ನ ಸ್ವೀಕರಿಸುತ್ತಿರುವವರು ಒಬ್ಬ ಮಹಾನ್ ಮಹಿಳೆ ಒಬ್ಬಟ್ಟಿಯಾಗಿದ್ದುಕೊಂಡು ವಿಶೇಷವಾಗಿ ಮೂಕ ಪ್ರಾಣಿಗಳನ್ನ ತಮ್ಮ ಮಕ್ಕಳಂತೆ ಸಾಕಿದಂತ ಒಬ್ಬ ತಮ್ಮ ಸ್ವಂತ ಖರ್ಚಿನಲ್ಲಿ ಆಟೋದಲ್ಲಿ ತೆರಳಿ ರೈಲ್ವೆ ಸ್ಟೇಷನ್, ಪೊಲೀಸ್ ವಸತಿ ಪ್ರದೇಶ, ಸರ್ಕಾರಿ ಆಸ್ಪತ್ರೆ ಹೀಗೆ ಹಲವಾರು ಕಡೆ ದಿನಕ್ಕೆ ಸುಮಾರು 250ಕ್ಕೂ ಹೆಚ್ಚು ಮೂಕ ಪ್ರಾಣಿಗಳಿಗೆ ಆಹಾರವನ್ನು ನೀಡುತ್ತಾರೆ. നിരവധി ഉത്സവങ്ങൾ ഈ ക്ഷേത്രത്തിൽ ആചരിക്കുന്നുണ്ട്. മഹാശിവരാത്രി, കൃഷ്ണാഷ്ടമി, ഗണേശ ചതുർത്ഥി, നാഗരപഞ്ചമി, ദീപാവലി, നവരാത്രി, ശ്രീനാരായണ ജയന്തി എന്നിവ പരമ്പരാഗത ആഘോഷങ്ങളോടും ആഡംബരത്തോടും കൂടി ആഘോഷിക്കുന്നു.